വിശുദ്ധ ഖുർആനിലെ ഒരു കുഞ്ഞൻ സൂറത്ത്, ചെറിയ സൂറത്ത്, സ്ഥിരമായി നാം ഓതാറുള്ള സൂറത്താണ്. ഈ സൂറത്ത് ഓതാത്ത ഒരാളിൽ നിന്നും ഒരു ദിവസം ഒരാളിൽ നിന്നും കടന്നു പോകുന്നില്ല. അത്രമേൽ നമ്മുടെ ജീവിതത്തിനോട്, നമ്മുടെ ഹൃദയത്തിനോട് ചേർന്ന് കിടക്കേണ്ട സൂറത്താണ് ഈ സൂറത്ത്. ആ സൂറത്തിൻ്റെ ഒട്ടനവധി അമലുകളും മഹത്വങ്ങളൊക്കെയാണ് നമ്മളിതിൽ പറയുന്നത്. നിങ്ങളിത് കേട്ടാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഈ സൂറത്ത് ഇത്രയും ദിവസം പാരായണം ചെയ്യുമ്പോൾ ഇത്രമേൽ ഇതിന് മഹത്വങ്ങളുണ്ടെന്നും ഇത്രയും കാര്യങ്ങൾ ഇതുകൊണ്ട് നേടിയെടുക്കാൻ കഴിയുമെന്നൊക്കെ മനസ്സിലാക്കുമ്പോഴുണ്ടാകുന്ന അനുഭൂതി, അത് ആത്മാർത്ഥതയുള്ളവർക്ക്, ഇഖ്ലാസുള്ളവർക്ക്, സ്ഥിരമായി ഓതുന്നവർക്ക്, ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുന്നവർക്ക് അത് വലിയ അറിവായിരിക്കും. ഇൻഷാ അല്ലാഹ് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനുമുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സൂറത്ത് ഭൗതികമായിട്ടുള്ള ഏതേതു വേദനകളിൽ നിന്നും ശമനം ലഭിക്കാൻ കാരണമാകുമെന്നുള്ളതാണ്. ഇത് സ്ഥിരമായി ഓതുകയാണെങ്കിൽ അവൻ്റെ ശാരീരികമായ അവയവങ്ങൾക്കുണ്ടാകുന്ന വേദനകൾ, അതേപോലെ തന്നെ മനസ്സിനുണ്ടാകുന്ന വേദന, മാനസികമായി അവൻ തളർന്നു കിടക്കുമ്പോൾ ആ തളർച്ചയിൽ നിന്ന് രക്ഷ ലഭിക്കാൻ ഒരാളെയും അവനെ തകർക്കാൻ കഴിയൂല. അത്രമേൽ സവിശേഷമായ സൂറത്താണ് ഈ സൂറത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും അത് ജീവിതത്തിലേക്ക് ചേർക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സൂറത്തിന് ഇത്രയും പേരുകളുണ്ടെന്ന് നിങ്ങൾക്ക് ആദ്യമായിട്ടായിരിക്കാം ഒരു പക്ഷേ അറിവുണ്ടായിരിക്കുക. ഈ സൂറത്തിൻ്റെ പേരുകൾ കൊണ്ടൊക്കെ അർത്ഥമാക്കുന്നത് ഇതാണ് എന്ന് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയുമ്പോൾ നിങ്ങൾക്കിതിൻ്റെ ഏതു ഭാഗമാണ് നിങ്ങളെ വല്ലാതെ, നിങ്ങളുടെ മനസ്സിനെ പിടിച്ചു കുലുക്കിയത്, നിങ്ങൾക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടത്, ഇതിൻ്റെ ഏതു പേരും ഏതുമായി ബന്ധപ്പെട്ട വിഷയവുമാണ് എന്നുള്ളത് താഴെ എഴുതി അറിയിച്ചാൽ ഇത് കാണുന്നവർക്ക്, കമൻറ്റ് വായിക്കുന്നവർക്ക് അത് കൂടുതൽ കാണാൻ ഉള്ള പ്രചോദനമാകും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഇത് കേൾക്കുന്നവരൊക്കെ നിങ്ങൾക്ക് ഈ പറഞ്ഞതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടത് എന്നുള്ളതൊന്ന് എഴുതി അറിയിക്കണേ ഇൻഷാ അല്ലാഹ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സൂറത്തുൽ ഇഖ്ലാസിന് ഒട്ടനവധി മഹത്വങ്ങളുണ്ട് ഇൻഷാ അല്ലാഹ്. സൂറത്തുൽ ഇഖ്ലാസിൻ്റെ 20 പേരുകളും 20 സവിശേഷതകളും 20 അമലുകളുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. ഞായറാഴ്ച 10 മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് വരേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസ്, അതിന് നമ്മളൊക്കെ സാധാരണ പറയാറുള്ള പേര് ഇഖ്ലാസ് സൂറത്ത് തന്നെയാണ് അല്ലേ. ഒരു മരണ വീട്ടിൽ പോയാൽ സൂറത്തുൽ ഇഖ്ലാസ് ഓതും അല്ലേ. യാസീൻ ഓതുകയാണെങ്കിലും ഫാത്തിഹ ഓതി സൂറത്തുൽ ഇഖ്ലാസും ഫലഖും നാസും ഓതിയിട്ടല്ലാതെ നമ്മൾ ദുആ ചെയ്യാറില്ല. സൂറത്തുൽ ഇഖ്ലാസ് ഓതാത്ത ഒരാളുടെ ദിവസവും, ഒരാളിൽ നിന്നും ഒരു ദിവസവും കടന്നു പോകുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്നൊന്നും അങ്ങനെ ഒരു ദിവസം കടന്നു പോകുന്നില്ല. നിങ്ങളുടെയും ജീവിതത്തിൽ അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. സൂറത്തുൽ ഇഖ്ലാസ് എല്ലാവരും എല്ലാ ദിവസവും ഓതാറുണ്ട്. അപ്പോൾ അതിൻ്റെ മഹത്വങ്ങൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണമല്ലോ. ഇതിന് ഒന്നാമത്തെ പേര്, ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ പ്രചാരമുണ്ടായ പേര്, അത് ഇഖ്ലാസ് എന്ന പേര് തന്നെയാണ്. എന്താണ് ഇഖ്ലാസ് എന്ന പേരിൻ്റെ അർത്ഥം? ഇഖ്ലാസ് ഉണ്ടായിരിക്കുക, സംശുദ്ധമായത് അല്ലേ, അതാണ് അതിൻ്റെ പേര്. മഹാനരായ ഖത്താദ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഈ പേരിന് കാരണം ഇതിൽ ശുദ്ധമായ തൗഹീദ് മാത്രമാണുള്ളത്. നിങ്ങൾ ആ ഖുർആനിൻ്റെ ആയത്തുകളിലേക്ക് നോക്കൂ. ഖുൽ ഹുവല്ലാഹു അഹദ്, അള്ളാഹു ഏകനാണെന്ന് പറയുകയാണ്. അള്ളാഹു സ്വമദ്, അവൻ സ്വമദാണെന്ന് പറയുകയാണ്. ലം യലിദ് വലം യൂലദ്, അവൻ പ്രസവിച്ചവനും പ്രസവിക്കപ്പെട്ടവനുമല്ല എന്ന് പറയുകയാണല്ലേ. അള്ളാഹുവിൻ്റെ ഏകത്വത്തിനെ കുറിച്ച്, അവൻ്റെ വഹദാനിയത്തിനെ കുറിച്ച് പറയുന്ന സൂറത്താണ് ഇത്. അതുകൊണ്ട് തന്നെയാണ് ഈ പേരിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതിൽ ശുദ്ധമായ തൗഹീദ് മാത്രമാണ്, സംശുദ്ധമായ തൗഹീദ് അല്ലേ. ലം യലിദ് വലം യൂലദ് വലം യകുല്ലഹു കുഫുവൻ അഹദ്. എത്ര കൃത്യമാണ് ആയത്തുകൾ. അള്ളാഹുവിൻ്റെ ഏകത്വത്തിന് അത് കൃത്യമായി വിശദീകരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ അള്ളാഹുവിൻ്റെ വഹദാനിയത്തിന്, ശുദ്ധമായ തൗഹീദ് മാത്രമാണ് ഇതിൽ പരാമർശിക്കുന്നത്. ഭൗതികവും പാരത്രികവുമായ മറ്റു വേറെ ഒരു കാര്യവും അതിൽ പരാമർശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ സൂറത്തിന് സൂറത്തുൽ ഇഖ്ലാസ് എന്ന പേര് വരാനുള്ള കാരണം. ചില ആളുകൾ പറയുന്നു ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുത്തൽ എന്നൊരർത്ഥം ഇഖ്ലാസ് എന്ന പദത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സൂറത്ത് ഓതുന്നവൻ ഭൗതികമായ വേദനകളിൽ നിന്നും, മരണവെപ്രാളങ്ങളിൽ നിന്നും, ദുരിതങ്ങളിൽ നിന്നും, ഖബറിൻ്റെ ശിക്ഷകളിൽ നിന്നൊക്കെ, ഖിയാമത്ത് നാളിലെ ഭീകരതകളിൽ നിന്നൊക്കെ അവന് രക്ഷപ്പെടാൻ കാരണമാകുമെന്നുള്ളതാണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കൂ, ഖിയാമത്ത് നാളിൻ്റെ ഭയാനകത എത്ര വലിയ ഭയാനകതയാണല്ലേ. നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ സൂറത്തുൽ ഇഖ്ലാസ് മതിയാകുന്നതാണ്.
നമ്മളെല്ലാ ദിവസവും 5 വഖത്ത് ഫർള് നിസ്കാരത്തിന് ശേഷം അത്തഹിയ്യാത്തിൽ ഒമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്തി ഒമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ, ദജ്ജാലിൻ്റെ ഫിത്ന അത്രമേൽ ശക്തമായതുകൊണ്ടാണല്ലോ നമ്മളങ്ങനെ പ്രത്യേകമായിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത് 5 വഖത്ത് ഫർള് നിസ്കാരത്തിലും. അപ്പോൾ നോക്കൂ, ആ ദജ്ജാലിൻ്റെ ഫിത്നയുൾപ്പെടെയുള്ള എല്ലാ ഫിത്നകളെ തൊട്ടും ഖിയാമത്ത് നാളിൻ്റെ ഭയാനകതകളെ തൊട്ടും അതേപോലെ തന്നെ ഖബറിലെ ശിക്ഷയെ തൊട്ട് പേടിക്കാത്ത ആരാ ഈ ദുനിയാവിലുള്ളത്? സഹാബാക്കളൊക്കെ ഖബർ കണ്ട കരയുമായിരുന്നത്രേ. ഉസ്മാൻ റളിയല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് അങ്ങനെ കരയുന്നതെന്ന്. അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, അത് പരലോക വീടുകളിൽ ആദ്യ വീടാണത്. അവിടെ രക്ഷപ്പെട്ടാൽ എല്ലായിടങ്ങളിലും രക്ഷപ്പെടും, അവിടെ പരാജയപ്പെട്ടാൽ പിന്നെ പോയി. എല്ലാവരും പേടിയോടുകൂടെ കണ്ടിരുന്ന ആ ഖബറിൽ രക്ഷപ്പെടാൻ നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങളിലെ ബാഹ്യമായ ഭാഗങ്ങളിലൊക്കെ ഉണ്ടാകുന്ന വേദനകൾ, മാനസികമായ പ്രയാസങ്ങൾ, ഇതൊക്കെ നീങ്ങാൻ സൂറത്തുൽ ഇഖ്ലാസ് കാരണമാകുമെന്നുള്ളതാണ്. മാത്രമല്ല സൂറത്തുൽ ഇഖ്ലാസിന് മറ്റൊരു നേട്ടവും കൂടെയുണ്ട്. ഞാനത് എന്താണെന്ന് കൃത്യമായി തുറന്നു പറയുന്നില്ല. ഇതറിയുന്ന ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ഉണ്ടാവും. അവർക്കൊരു പ്രചോദനമാകാൻ വേണ്ടിയിട്ട് താഴെ എഴുതി അറിയിക്കുക. ഈ സൂറത്തുൽ ഇഖ്ലാസുമായി ബന്ധപ്പെട്ടൊരു പ്രത്യേക എണ്ണത്തിൽ ഓതിക്കഴിഞ്ഞാൽ 70,000 തഹ്ലീൽ ചൊല്ലുന്ന ഒരു രൂപമുണ്ടല്ലോ. 70,000 തഹ്ലീൽ ചൊല്ലിയാൽ എന്താണോ നമുക്ക് ലഭിക്കുന്നത്, അതേപോലുള്ളൊരു നേട്ടവുമായി ബന്ധപ്പെട്ട് സൂറത്തുൽ ഇഖ്ലാസിനെ പറയാറുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് അറിയുമെങ്കിൽ എഴുതി അറിയിക്കൂ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പല നാടുകളിലും അത് ചെയ്തു വരുന്നുണ്ട്. ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ പാരത്രിക ലോക ഗുണത്തിന് 70,000 തഹ്ലീൽ ചൊല്ലാറുണ്ട്. അതേപോലെ സൂറത്തുൽ ഇഖ്ലാസുമായി ബന്ധപ്പെട്ടിട്ടും ഒരു അമലുണ്ട്. ഇൻഷാ അല്ലാഹ് അള്ളാഹു കാര്യങ്ങൾ കൃത്യമായി പഠിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഒന്നാമത്തെ പേര് സൂറത്തുൽ ഇഖ്ലാസ്, നമ്മളതിനെക്കുറിച്ച് പറഞ്ഞു. രണ്ടാമത്തെ സൂറത്തു തഫ്രീദ് എന്നാണ്. അത് ഏകത്വത്തിൻ്റെ അധ്യായം എന്നുള്ള അർത്ഥത്തിന്. സൂറത്തു തജ്രീദ്, തനിമയുടെ അധ്യായം എന്നീ അർത്ഥങ്ങളൊക്കെ വരുന്നത്. തൗഹീദിൻ്റെ സൂറത്ത് എന്ന് ഈ സൂറത്തിന് പറയാൻ തന്നെ കാരണം, ഈ സൂറത്തിൽ അള്ളാഹുവിൻ്റെ വഹദാനിയത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇതിൽ പറയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈ സൂറത്തിൽ അങ്ങനെയുള്ള വിഷയങ്ങളാണ്, ആ വിഷയങ്ങൾ മാത്രമാണ് ഈ സൂറത്തിൽ പ്രതിപാദിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഏകത്വത്തിനെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ അധികാരത്തിനെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ മഹത്തായ സവിശേഷമായ ഗുണത്തിനെക്കുറിച്ചാണ് പറയുന്നത്. അടുത്ത പേര് നോക്കൂ, സൂറത്തു നജാ എന്നതിന് പേരാണ്. നജാ എന്താ നജാ എന്ന് പേര് വരാൻ കാരണം, ഈ പേര് ഇതിന് വരാൻ കാരണം ഇതിൻ്റെ കോണ്ടൻറ്റ്, ഇതിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് തൗഹീദാണ്, മോചനാധ്യായം എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ മനുഷ്യൻ്റെ ഭൗതികവും പാരത്രികവുമായ എല്ലാ ദുരിതങ്ങളും അകറ്റാനുള്ള ഒരൊറ്റമൂലിയാണ് തൗഹീദ്. അപ്പോൾ ഇഹത്തിൽ പരത്തിലൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് ഈ ഇഹലോകത്തുള്ള എല്ലാ കഷ്ടതകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും രക്ഷ ലഭിക്കാനും പരലോകത്തുള്ള എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കാനൊക്കെ മോചനം ലഭിക്കാനൊക്കെ കാരണമാകുന്ന സൂറത്താണ് സൂറത്തു നജാ എന്ന് പേരുണ്ട്. പേരിടുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. പേര് നമ്മുടെ മക്കൾക്കിടുമ്പോൾ, ഞാൻ ഇതിൻ്റെ ഇടയ്ക്കേ പറയാനുള്ളൊരു ഓർമ്മ വന്നത്, അതുകൊണ്ടാണ് ഇത് പറയുന്നത്. നമ്മൾ നമ്മുടെ മക്കൾക്ക് പേരിടുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇതിലൊരുപാട് പേരുകൾ പറയുന്നുണ്ട്. ഓരോ പേരും അതിൻ്റെ അർത്ഥവും അവരിൽ ഫലിക്കും എന്നുള്ളതാണ്. ലി അന്ന ലിൽ ഇസ്മി ലി അന്ന ലിൽ മുസമ്മയാത്തി ലി അന്ന ലിൽ ഇസ്മി തഅ്സീറൻ ലിൽ മുസമ്മയാത്ത്. ഓരോ ഇസ്മുകൾക്കും അത് പേര് വെക്കപ്പെട്ടത് എന്തിനാണോ അതിൽ തഅ്സീർ ചെയ്യിക്കാൻ പറ്റും. അതിൽ അവരുടെ സ്വഭാവ രൂപീകരണത്തെ അത് ബാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ നല്ല പേരുകളാണ് എപ്പോഴും ഇടേണ്ടത്. നല്ല പേരുകളാണെന്ന് പറഞ്ഞാൽ, നല്ല പേരുകൾ ഇടുമ്പോഴാണ് ആ കുട്ടികൾ നല്ല രൂപത്തിലേക്ക് വളർന്നു വരികയുള്ളൂ. അത് അവരുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് വന്ന എത്രയോ പേരുകൾ ഹബീബായ തങ്ങൾ മാറ്റി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്നതുണ്ടെങ്കിൽ എഴുതി അറിയിക്കും. മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഹബീബായ തങ്ങൾ നിൻ്റെ പേരിനി ഇങ്ങനെയല്ല നീ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് മാറ്റിക്കൊടുത്ത പഴയ പേരും പുതിയ പേരൊക്കെ നമ്മൾ മുമ്പ് വീഡിയോയിൽ വിശദീകരിച്ചതാണ്. നല്ല പേരുകൾ ഇടണം. ഹബീബായ തങ്ങൾ പറഞ്ഞു, ഇന്നക്കും തുദഅന യൗമൽ ഖിയാമത്തി ബി അസ്മാഇക്കും വ അസ്മാഇ ആബായിക്കും ഫഅഹ്സിനു അസ്മാഅക്കും. നിങ്ങളുടെ പിതാക്കന്മാരെയൊക്കെ, നിങ്ങളുടെ പിതാക്കന്മാരെയും പരലോകത്ത് പേരുകൾ, നിങ്ങളുടെയും നിങ്ങളുടെ പിതാക്കന്മാരുടെ പേരുകൾ കൊണ്ടുമാണ് പരലോകത്ത് വിളിക്കപ്പെടുക. അതുകൊണ്ട് ഫഅഹ്സിനു അസ്മാഅക്കും, നിങ്ങളുടെ പേരുകൾ നന്നാക്കുവിൻ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പേരിടാൻ ഒരു ഓർഡറൊക്കെ ഉണ്ട്. ഓർഡർ അനുസരിച്ചിടണ്ട്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പേര് അഹബ്ബുൽ അസ്മാഇ ഇലല്ലാഹി തആല അബ്ദുല്ലാഹി വ അബ്ദുർ റഹ്മാൻ. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പേര് അബ്ദുറഹ്മാൻ എന്നുള്ള പേരാണ്. ഇവിടെ നിന്ന് ആരാ അബ്ദുറഹ്മാൻ എന്നുള്ള പേരിടുന്നത്? പഴയകാല ആളുകൾക്കൊക്കെ പേര് കാണുന്നുണ്ട്, പുതിയ കാല ആളുകൾക്ക് ആ പേര് കാണുന്നേ ഇല്ല. കാരണം പേരുകളുടെ ട്രെൻഡൊക്കെ പോയി, പുതിയ ട്രെൻഡ് വന്നിരിക്കുന്നു.
ട്രെൻഡ് അനുസരിച്ചല്ല പേരിടുക. ആ മക്കളുടെ സ്വഭാവത്തെ അത് ഫലിക്കുന്നുള്ളതാണ്. പേരിടാനൊരു ഓർഡറൊക്കെ ഉണ്ട്. ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ വേണ്ടിയാണ്. പേരിടാനൊരു ഓർഡറൊക്കെ ഉണ്ട്. ആദ്യമായിട്ട് പരിഗണിക്കേണ്ടത് അബ്ദുള്ള, അബ്ദുറഹ്മാൻ എന്നുള്ള പേരാണ്. രണ്ടാമത്തത് അബ്ദ് എന്നതിലേക്ക് ചേർത്തിയിട്ട് അസ്മാഉൽ ഹുസ്നയിലെ അള്ളാഹുവിൻ്റെ മറ്റു ഇസ്മുകൾ അബ്ദുർ റൌഫ്, അബ്ദുൽ മാലിക്, അബ്ദുൽ ഗഫൂർ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള പേരുകൾ, അതാ രണ്ടാം സ്ഥാനം പരിഗണിക്കേണ്ടത്. മൂന്നാം സ്ഥാനം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഹമ്മദ്, മുഹമ്മദ് എന്നുള്ള പേരിനാണ് പരിഗണനയുള്ളത്. ആ മൂന്നാം സ്ഥാനം കഴിഞ്ഞ പിന്നെ നാലാം സ്ഥാനം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഹമ്മദ്, മുഹമ്മദ് എന്ന പേരുകളല്ലാത്ത മറ്റു പല പേരുകളുണ്ട്, ത്വാഹ, യാസിൻ തുടങ്ങിയ പേരുകൾ. അത്തരം പേരുകളെയാണ് പരിഗണിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് സ്വാലിഹീങ്ങളുടെ, ഔലിയാക്കളുടെ പേരാണ് പരിഗണിക്കേണ്ടത്. ഇങ്ങനൊരു ഓർഡർ അതിനുണ്ട്, കൃത്യമായിട്ട് ഓർഡർ ഉണ്ട്. ആ ഓർഡർ ഇങ്ങനെ പോന്ന് ഏറ്റവും അവസാനമാണ് ഏത് കിടക്കുന്നത്. അതും ഇല്ലെങ്കിൽ നല്ല അർത്ഥമുള്ള പേരുകളെ പരിഗണിക്കുക എന്നുള്ളത്. നമ്മൾ നേരെ ഉൾട്ടയാണ്. ഏറ്റവും ഫസ്റ്റ് പരിഗണിക്കുന്നത് അർത്ഥമുള്ള പേരുകളാണ്. അർത്ഥം നോക്കിയിട്ടല്ല. മഹാന്മാരുടെ പേരാണെങ്കിൽ അവിടെ അർത്ഥം നോക്കേണ്ട കാര്യമില്ല, ബറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുള്ളതാണ്. ഇത് പേരിടുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നല്ല സ്വാലിഹീങ്ങളുടെ അടുക്കലും സയ്യിദന്മാരുടെ, തങ്ങന്മാരുടെ അടുക്കൽ, ആലിമീങ്ങളുടെ അടുക്കലൊക്കെ പോയിട്ട് എനിക്കിങ്ങനെ മോനിക്കൊരു പേര് വേണം, ഒരു പേര് പറഞ്ഞു തരുമെന്ന് നല്ല സ്വാലിഹീങ്ങളോട് പോയിട്ട് പറയുക. അവരെന്ത് പേരാണോ പറയുന്നത് അതങ്ങനെ അങ്ങ് ഇടുക. അപ്പോൾ അതിൽ വലിയ ബറക്കത്തുണ്ടാവും. നിങ്ങൾ മഹാനരായ സി എം വലിയുള്ളാഹിനെ കുറിച്ചൊക്കെ കേട്ടിട്ടില്ലേ? സി എം വലിയുള്ളാഹി തങ്ങളൊക്കെ ഓരോരുത്തരൊക്കെ ആ പേരങ്ങ് ഇട്ട് കഴിഞ്ഞാൽ അതങ്ങനെ സംഭവിച്ചു പോവുകയാണ്. എത്രയോ കറാമത്തുകൾ പലരും പറയുന്നത് പലരുടെ അനുഭവങ്ങളിലുണ്ട്. എനിക്കൊക്കെ നേരിട്ട് ഞാനുമായി ബന്ധപ്പെട്ട ഒരാളുടെ മകനുമായി ബന്ധപ്പെട്ട് മക്കളില്ലാതെ പ്രയാസപ്പെട്ടു കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പറഞ്ഞു, ഇനി സി എം വലിയുള്ളാഹിനെ കാണാൻ വേണ്ടി പോയി. അപ്പോൾ മഹാനായ ഷെയ്ഖ് അവർകൾ അവിടുന്ന് പറഞ്ഞു, ഇനി പേടിക്കണ്ട, നിങ്ങൾക്ക് ഇന്നാലിന്ന പേരുള്ളൊരു കുട്ടി ഉണ്ടാകുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ കുട്ടിയുടെ പേര് എത്രയോ മുമ്പാണ് പറയുന്നത്, അത് ആൺകുട്ടിയുടെ പേരാണ് പറയുന്നത്. ആ പേരെന്നെ ഇടണമെന്നും പറഞ്ഞു. അങ്ങനെ ആ പേരെന്നെ ഇടുകയും ചെയ്ത്. അൽഹംദുലില്ലാ. ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അപ്പോൾ മഹാന്മാർ എന്ത് പറയുന്നോ, സ്വാലിഹീങ്ങൾ എന്ത് പറയുന്നോ, ആ പേരങ്ങിട്ട് അതിൽ വലിയ ബറക്കത്തുണ്ടാവും. ഞാൻ ആ വിഷയം ദീർഘമായി പോകുന്നുണ്ട് പറയുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ മക്കളുടെ പേരുകളൊക്കെ നന്നാക്കുക. ഇനി ഇതിൻ്റെ താഴെ കുറേ ആൾക്കാർ എൻ്റെ മോൻ്റെ പേര് അതാണ്, അതിൻ്റെ അർത്ഥം എന്താണ്, നമ്മളിവിടെ അതൊന്നുമല്ല പറഞ്ഞത്. ഏറ്റവും പരിഗണിക്കേണ്ട പേരുകളുണ്ട്. അതൊക്കെ പരിഗണിച്ച് കിട്ടുന്നില്ലെങ്കിൽ മാത്രമാണ് ഇങ്ങനെയൊക്കെ പേരിട്ട ആളുകൾ, എത്ര ആളുകൾ എന്താ നല്ല പേരുകൊണ്ട് മാത്രം നല്ല ബറക്കത്തുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. പേരിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞാണ്. പിന്നെ അടുത്തത് സൂറത്തുൽ ഇഖ്ലാസിൻ്റെ പേരാണ് സൂറത്തുൽ വിലായ എന്നുള്ള പേര്. എന്താ സൂറത്തുൽ വിലായ എന്ന് പറഞ്ഞാൽ? വിലായത്ത് ലഭിക്കാനുതകുന്ന അധ്യായം എന്നാണ്. വിലായത്ത് എന്ന് പറഞ്ഞാൽ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, ഒരാൾ സുബഹയുടെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ തുടങ്ങി. അയാൾ ഫാത്തിഹ ഓതിക്കഴിഞ്ഞു. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ വിലായത്തിൻ്റെ സൂറത്ത് ഓതുക എങ്കിൽ രക്ഷപ്പെടും എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം കാഫിറൂന സൂറത്ത് ഓതി. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതി കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വിലായത്തിൻ്റെ സൂറത്ത് ഓതുക രക്ഷപ്പെടുമെന്ന്. ആ സമയത്ത് അവർ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന സൂറത്ത് ഓതി. ഈ സൂറത്ത് പതിവാക്കിയാൽ ഔലിയാക്കളുടെ കൂട്ടത്തിലായി തീരും. ഈ സൂറത്തിലുള്ള ആശയം ശരിക്കും ഉൾക്കൊണ്ടാൽ അള്ളാഹുവിനെ അവൻ അറിയും. അള്ളാഹുവിൻ്റെ ഏതു പരീക്ഷണങ്ങളും സസന്തോഷം സഹിക്കാൻ സാധിക്കുന്നതുമാണ്. ആഫത്തുകളെ റഹ്മത്തായി കാണാൻ കഴിയും, അവയെ അനുഗ്രഹങ്ങളായി ഗണിക്കും. ആഫത്ത് മുസീബത്തുകളൊക്കെ റഹ്മത്തായിട്ട് സംഭവിക്കുന്നതാണ്. എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും മുസീബത്തുകൾ, അപകടങ്ങളിലൊക്കെ പെടുമ്പോൾ അത് അവന് നേരെ ഖൈറായിട്ടാണ് സംഭവിക്കുക. ഇപ്പോൾ ചില ആളുകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വർഷങ്ങളായി കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരുന്ന് ഒരു വീടുണ്ടാക്കി, അധ്വാനിച്ചുണ്ടാക്കിയതാ. 60-70 വയസ്സിലാണ് വീടുണ്ടാക്കാനുള്ള സമ്പത്തുണ്ടായത്. അങ്ങനെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട ഒരു വീടുണ്ടാക്കി. അങ്ങനെ ആ വീടുണ്ടാക്കി അതിലിങ്ങനെ താമസിക്കുന്നതിൻ്റെ ഇടയിൽ കുറേ കടം അതിൻ്റെ പിന്നാലെ വന്നു. പിന്നെ ജീവിതത്തിലൊരു വലിയ റാഹത്ത് കിട്ടുന്നില്ല, ഈ കടം വീട്ടാനുണ്ട്. അങ്ങനെ പ്രയാസപ്പെട്ടു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഒരു വലിയ മുസീബത്ത് കടന്നു വന്നത്. എന്താ മുസീബത്ത് എന്ന് പറയാൻ പറ്റില്ല. അവൻ്റെ വീടിൻ്റെ തൊട്ട് ചാരിയിട്ടാണ് പ്രധാന ഹൈവേ കടന്നു പോകുന്നത്. ഇപ്പോൾ ഒരു ഹൈവേ വരുന്നുണ്ടല്ലോ, എക്സ്പ്രസ് ഹൈവേ, അത് കടന്നു വരുന്നത്. അപ്പോൾ അത് കടന്നു വരുമ്പോൾ ഗവൺമെൻറ് ആ വീട് പൊളിക്കണമെന്ന് പറയുന്നു. കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട് പൊളിക്കണം എന്ന് പറയുന്നു. ഈ വീടുണ്ടാക്കാൻ ഇവനാകെ ചിലവായത് 60 ലക്ഷം രൂപയാണ്. അതിൻ്റെ കടം ഏകദേശം ഒരു 20 ലക്ഷം കൂടി ഉണ്ടായ വീട് കിട്ടും. പക്ഷേ ഗവൺമെൻറ് അവന് 2 കോടി രൂപയാണ് കൊടുത്തത്. അവിടെ നിന്ന് ആ വീട് മാറ്റിയിട്ട് മറ്റൊരു സ്ഥലത്ത് വീട് വെക്കാനും അതിനുള്ള ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട്. നോക്കൂ, ഇവിടെ ഒരു പ്രയാസം വന്നപ്പോൾ ആ പ്രയാസം അവന് അനുഗ്രഹമായി സംഭവിച്ചു, അല്ലേ? സൂറത്തുൽ ഇഖ്ലാസിൻ്റെ ഒരു മഹത്വമാണത്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്നൊരു ഉദാഹരണം
ഇത് ഇല്ലാത്തൊരു ഉദാഹരണം പറഞ്ഞല്ല കേട്ടാ, ഇതെനിക്കറിയാവുന്ന ഒരു കുടുംബം, ആ കുടുംബം ഞാനുമായിട്ട് ബന്ധമുള്ള ഒരു വീട്ടുകാരുടെ യാഥാർത്ഥ്യത്തിൽ നടന്നൊരു സംഭവമാണ് ഞാനീ പറഞ്ഞത്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ചില എന്താ ആഫത്തുകൾ അനുഗ്രഹമായിട്ട് മാറുമെന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് അവൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സൂറത്തിന് സൂറത്തുൻ നിസ്ബത്ത് എന്ന പേരുണ്ട്. ഇങ്ങനെ പേര് വരാനുള്ള കാരണം എന്താ വെച്ചാൽ, ഖുറൈശികൾ ഹബീബായ തങ്ങളോട് പറഞ്ഞു, എന്താ റബ്ബിനെക്കുറിച്ച് വിവരിച്ച് തരാൻ വേണ്ടി പറഞ്ഞപ്പോൾ ആ സമയത്താണ് ഈ സൂറത്ത് വന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സൂറത്തിന് ഇങ്ങനെ ഒരു പേര് വന്നത്. എല്ലാ വസ്തുക്കൾക്കുമുണ്ട് ഒരു നിസ്ബയുണ്ടാകും, ഒരു ബന്ധം, ഒരു തറവാട്. അപ്പോൾ ഖുൽഹു അല്ലാഹു ആകുന്നു അള്ളാഹുവിൻ്റെ നിസ്ബ. സ്വമദ് എന്നാൽ ഉള്ളു പൊള്ളയല്ലാത്തത് എന്നാണ് അർത്ഥം. ഖുറൈശികൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കളിയാക്കി പറയാറുണ്ടായിരുന്നു. ആട്ടിടയ നേതാവ് എന്നൊക്കെ പറഞ്ഞിട്ട് തൻ്റെ യജമാനന സ്നേഹം പ്രകടിപ്പിക്കുന്നു, യജമാനൻ്റെ നിസ്ബയായ ഖുൽഹു അല്ലാഹു ഓതുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പരിഹസിക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇഖ്ലാസ് സൂറത്തോടൊപ്പം രഹസ്യങ്ങൾ വെളിപ്പെടുന്നു. അതിറങ്ങുമ്പോൾ കൂടെ 70,000 മലക്കുകളുണ്ടായിരുന്നു. അവർ ഓരോ ആകാശം പിന്നിടുമ്പോഴും അവിടെയുള്ളവർ ചോദിച്ചു എന്താണിത് എന്ന്. അപ്പോൾ അവർ പറഞ്ഞു ഇത് റബ്ബിൻ്റെ നിസ്ബയാണെന്ന് പറഞ്ഞു. നോക്കൂ നിങ്ങളെ, ഖുൽഹു അല്ലാഹു എന്ന് പറയുന്ന സൂറത്തുൽ ഇഖ്ലാസ് ഇറങ്ങുമ്പോൾ അത് 70,000 മലക്കുകളുടെ അകമ്പടിയോടുകൂടെയാണ് ഇറങ്ങിയത്. സൂറത്തുൽ മാരിഫ എന്നും ഇതിന് പേരുണ്ട്, ബ്രഹ്മജ്ഞാന സൂറത്ത് എന്നുള്ള പേര്. എന്താ ഒരാൾ വന്നിട്ട് 2 റക്അത്ത് നിസ്കരിച്ചു, അപ്പോൾ അവർ ഖുൽഹു അല്ലാഹു ഓതി. അപ്പോൾ ഹബീബായ തങ്ങൾ പറഞ്ഞു ഇത് ഇയാൾ തൻ്റെ റബ്ബിനെ അറിഞ്ഞു, റബ്ബിൻ്റെ മാരിഫത്ത് ഇയാൾക്ക് ലഭിച്ചു എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇതിന് സൂറത്തുൽ മാരിഫ എന്നുള്ള പേര് വരാനുള്ള കാരണം. മറ്റൊന്ന് സൂറത്തുൽ ജമാൽ എന്ന പേരുണ്ട്. നിങ്ങൾക്കിതിൽ ഇഷ്ടപ്പെട്ട പേരേതെന്ന് പറയണേ. സൂറത്തുൽ ജമാൽ സൗന്ദര്യാധ്യായം. ഹബീബായ തങ്ങൾ അള്ളാഹു സുന്ദരൻ, അവൻ സൗന്ദര്യത്തെ സ്നേഹിക്കുന്നു. അപ്പോൾ ഒരാൾ ചോദിച്ചു അള്ളാഹുവിൻ്റെ ദൂതരെ എന്താണ് സൗന്ദര്യം എന്നാൽ എന്താണ് ഇവിടെ വിവക്ഷ? അപ്പം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അള്ളാഹുവിൻ്റെ സൗന്ദര്യത്തിൻ്റെ വിവക്ഷ അവൻ ഏകനും ആശയ കേന്ദ്രവനുമാണ്. അവനാണ് എല്ലാവരുടെയും ആശ്രയം, അവനാണ് ആശ്രയ കേന്ദ്രം. അവന് പിതാവോ സന്താനമോ അല്ല, നിസ്തുലനാണവൻ. അതാണവൻ്റെ സൗന്ദര്യം. അള്ളാഹുവിൻ്റെ ദാസൻ്റെ സൗന്ദര്യം ഈ ഗുണങ്ങളെയെല്ലാം ഗ്രഹിക്കലും ഉൾക്കൊള്ളലുമാണ്. നിങ്ങൾ നോക്കൂ, ഈ പേര് വരാനുള്ള കാരണം ഇതാണ്, സൂറത്തുൽ ജമാൽ എന്ന് പേര് വരാൻ കാരണം. പിന്നെ അടുത്ത് സൂറത്തുൽ മുഷഖ്ഷഖത്ത് എന്നുള്ള പേരുണ്ട്. ശമനാധ്യായനം എന്നാണ് ഇതിൻ്റെ അർത്ഥം, ശമനാധ്യായം എന്നാണ് അർത്ഥം. ഈ സൂറത്തോതിയാൽ ഷിർക്കാകുന്ന രോഗം ശമിക്കുന്നു. കാഫിറൂന സൂറത്തിനും ഈ പേരുണ്ട്, അതും ഷിർക്കിനുള്ള ഔഷധമാണ്. നമ്മൾ ദീനിൽ നിന്ന് വ്യതിചലിക്കാതെ മുഅ്മിനായിട്ട് ജീവിക്കാൻ ഈ സൂറത്ത് പതിവാക്കുമ്പോൾ കാരണമാകും. ഇത് പതിവാക്കുന്ന ഒരാളും ദീനിൽ നിന്ന് വ്യതിചലിച്ചു പോവുകയില്ല. സൂറത്തുൽ മുഅവ്വദത്ത് എന്നുള്ള ഇതിനൊരു പേരുണ്ട്. ഹബീബായ തങ്ങൾ അലിയാർ തങ്ങളോടും ഫാത്തിമ റളിയല്ലാഹു അൻഹയോടും മധുവിധു സദ്യയിൽ പറഞ്ഞു, നീ ഖുൽഹു അല്ലാഹുവും ഖുൽ അഊദു റബ്ബിൽ ഫലക്കും ഖുൽ അഊദു റബ്ബിൻ നാസും കൊണ്ട് അള്ളാഹുവിൽ അഭയം തേടുക. അഭയം തേടാൻ ഇവയേക്കാൾ മെച്ചപ്പെട്ട ഒന്നുമില്ല. അതുകൊണ്ടാണല്ലോ ഏത് വിഷയങ്ങൾക്കും പെട്ടെന്ന് പരിഹാരം കിട്ടാൻ സൂറത്തുൽ ഫലക്കും സൂറത്തുൻ നാസും സൂറത്തുൽ ഇഖ്ലാസും ഓതി മന്ത്രിക്കാറുണ്ട്. അതുകൊണ്ടാണല്ലോ. അപ്പോൾ മധുവിധു നാളിൽ ഫാത്തിമ ബീവിയോടും അലിയാർ തങ്ങളോടും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഭയം തേടാൻ വേണ്ടി പറയുന്നത് ഈ 3 സൂറത്തുകളെ കൊണ്ടാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ഒരു മഹാൻ പറയുന്നുണ്ട്, എനിക്ക് രോഗമുണ്ടായപ്പോൾ ഹബീബായ തങ്ങൾ വന്നു. എന്നിട്ട് ഹബീബായ തങ്ങളെ ഏകനും ആശ്രയ കേന്ദ്രവും പിതാവോ സന്താനമോ അല്ലാത്ത നിസ്തുലനുമായ അള്ളാഹുവിനോട് ഞാനിതാ നിനക്ക് അഭയം തേടുന്നു, നിന്നിലുള്ള വിഷമങ്ങൾ നീങ്ങട്ടെ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചു, ദുആ ചെയ്തു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉസ്മാൻ താങ്കൾ ഇങ്ങനെ അഭയം തേടുക, ഇതുപോലെ അഭയം തേടാൻ വാക്കുകൾ വേറെയില്ല എന്ന്. നിങ്ങൾ നോക്കൂ, സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾ സ്ഥിരമായി ഓതുന്നതാണ്. നമ്മളെപ്പോഴെങ്കിലും അതിൻ്റെ കൃത്യമായ രൂപത്തിൽ അതിൻ്റെ ആശയം മനസ്സിലാക്കിയിട്ട് ഇത്രയും പേരുകൾ ഇതിനുണ്ടെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ഇത് പാരായണം ചെയ്തിട്ടുണ്ടോ? ഇനി മുതൽ അങ്ങനെ പാരായണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇങ്ങനെ പറയുന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു സൂറത്ത് സൂറത്തു സ്വമദ് എന്നാണ്, ആശ്രയ കേന്ദ്രം.
അള്ളാഹു എല്ലാത്തിൻ്റെയും ആശ്രയ കേന്ദ്രമാണ്. ഈ സൂറത്ത് പറയുന്നു ഇബ്രാഹിം എന്നും മുഹമ്മദ് എന്നും ഓരോ അധ്യായത്തിനും പേരുണ്ടല്ലോ, അതുപോലെയാണ് ഇതും എന്ന് കൃത്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സൂറത്തുൽ അസാസ് എന്ന് ഈ സൂറത്തിന് പേരുണ്ട്. അസാസ് എന്നുള്ള പേര് മഹാനരായ ഖത്താദ റളിയല്ലാഹു അൻഹു, അനസ് റളിയല്ലാഹു അൻഹു എന്നിവരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, 7 ആകാശത്തിൻ്റെയും 7 ഭൂമിയുടെയും അടിത്തറ അത് ഖുൽ ഹുവല്ലാഹു ആണ്. 7 ആകാശത്തിൻ്റെയും 7 ഭൂമിയുടെയും അടിത്തറ അത് ഖുൽ ഹുവല്ലാഹു ആണ്. കാരണം എന്താ? പ്രപഞ്ചമാകെ നശിക്കാനിടയാക്കുന്നതാണ് ബഹുദൈവ സിദ്ധാന്തം. ഖുർആൻ പറഞ്ഞു, ആകാശഭൂമികളിൽ അള്ളാഹു അല്ലാതെ മറ്റു ദൈവമുണ്ടെങ്കിൽ അത് രണ്ടും നശിക്കുമായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലായി? അതിൻ്റെയൊക്കെ എല്ലാം അച്ചുതണ്ടായി പ്രവർത്തിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ തുടങ്ങി. അങ്ങനെ ആകാശം പിളരാനും ഭൂമി തകരാനും മലകൾ വീണ് നശിക്കാനും അടുത്തതാകും. അപ്പോൾ അള്ളാഹുവിനൊരു സന്താനത്തെ കൽപ്പിച്ചതാണ് കാരണം. അപ്പോൾ തൗഹീദിന്മേലാണ് ഇതൊക്കെ നിൽക്കുന്നത്. വേറൊരു ആള് ഒരു ഇലാഹ് ഉണ്ടെന്ന് വന്നാൽ ലഫസദത്ത, അതങ്ങ് ഫാസിദായി പോകുമല്ലോ. സൂറത്തുൽ മാനിഅ എന്നതിന് പേരുണ്ട്. എന്താ സൂറത്തുൽ മാനിഅ എന്ന് പേര് വരാൻ കാരണം? ഇബ്നു അബ്ബാസിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം റളിയല്ലാഹു അൻഹുമ, മിഅ്റാജിൻ്റെ രാത്രിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അള്ളാഹു മുത്തുനബി തങ്ങളോട് പറഞ്ഞു, ഇഖ്ലാസ് സൂറത്ത് ഞാൻ അങ്ങേക്ക് നൽകുന്നു. അതിൻ്റെ അർശിലെ നിക്ഷേപങ്ങളിലൊന്നാണ്. ഖബറിലെ ശിക്ഷയെ അത് തടുക്കും, നരകത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യും. നോക്കൂ നിങ്ങൾ, നമ്മളിതിൻ്റെ തുടക്കത്തിൽ ഇത്തരം ഒരു വിഷയവുമായി ബന്ധപ്പെടുത്തിയാണ് നിങ്ങൾക്കറിയാവോ എന്ന് ചോദിച്ചിട്ട് എഴുതാൻ വേണ്ടി പറഞ്ഞത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സൂറത്തുൽ മഹ്ളറത്ത് എന്നതിന് പേരുണ്ട്, സാന്നിധ്യമുള്ള അധ്യായം എന്നാണ്. ഇത് ഓതുമ്പോൾ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകും. അതുകൊണ്ടാണ് ഈ പേര് ലഭിച്ചത്. ഖുർആൻ ഓതുന്നത് കേൾക്കാനാണ് മലക്കുകൾ വരുന്നത്. അപ്പോൾ ഇത് ഓതുമ്പോൾ എല്ലാ സൂറത്തുകളും ഓതുമ്പോഴും മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകും. പക്ഷേ ഈ സൂറത്ത് ഓതുമ്പോൾ ഒരു പ്രത്യേക സാന്നിധ്യം ഉണ്ടാകും എന്നാണ് അതിൻ്റെ ഉദ്ദേശം. സൂറത്തുൽ മുൻഫിറ എന്നതിന് പേരുണ്ട്, ഓടിക്കുന്നത് എന്നാണ് അതിനർത്ഥം. ഖുർആൻ ഓതാൻ തുടങ്ങുമ്പോൾ പിശാചുക്കൾ ഓടി രക്ഷപ്പെടുന്നു എന്നുള്ളതാണ്. ഈ സൂറത്ത് ഓതാൻ തുടങ്ങുമ്പോൾ, ഖുർആൻ ഓതാൻ തുടങ്ങുമ്പോൾ പൊതുവിൽ ഓടി രക്ഷപ്പെടും. സൂറത്തുൽ ഇഖ്ലാസ് ഇബ്ലീസിന്, ശൈത്വാന്, പിശാചിന് തീരെ കണ്ടൂടാ. കാരണം അത് വഹദാനിയത്തിൻ്റെ മേലറിയിക്കുന്ന അള്ളാഹുവിൻ്റെ ഏകത്വത്തെ സ്ഥിരപ്പെടുത്തുന്ന സൂറത്തായതുകൊണ്ടാണ്. സൂറത്തുൽ ബറാഅത്ത് എന്നതിന് പേരുണ്ട്. ബറാഅത്ത് സൂറത്ത് നമ്മൾ വേറെ രൂപത്തിൽ വേറെ സൂറത്തിനൊക്കെ പറയാറുണ്ടെങ്കിൽ സൂറത്തുൽ ബറാഅത്ത് മോചനാധ്യായം, മോചനത്തിൻ്റെ സൂറത്ത്, ഷിർക്കിൽ നിന്നുള്ള മോചനമാണ് ഈ സൂറത്ത്. ഹബീബായ തങ്ങൾ പറഞ്ഞു, വല്ലവനും ഖുൽ ഹുവല്ലാഹു നിസ്കാരത്തിലോ മറ്റോതിയാൽ അയാൾക്കത് നരകമോചനമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ മുദ്ക്കിറത്ത് എന്നതിന് പേരുണ്ട്. മുദ്ക്കിറത്ത് എന്ന് പറഞ്ഞാൽ ഓർമ്മിപ്പിക്കുന്നത് എന്നാണ്. ഈ സൂറത്ത് ശുദ്ധമായ തൗഹീദിനെ ഓർമ്മിപ്പിക്കുന്നു, അശ്രദ്ധവാന്മാരെ തട്ടിയുണർത്തി ബോധവാന്മാരാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് സൂറത്തുൽ മുദ്ക്കിറത്ത്, ഓർമ്മിപ്പിക്കുന്ന സൂറത്ത് എന്നതിന് പേരുണ്ട്. സൂറത്തുൻ നൂർ, നൂറ് സൂറത്ത്, തേജസ്. ഹബീബായ തങ്ങൾ പറഞ്ഞു, എല്ലാ വസ്തുക്കൾക്കും നൂറുണ്ട്, തേജസ് ഉണ്ട്. ഖുർആൻ്റെ നൂറ്, തേജസ് ഖുൽ ഹുവല്ലാഹു ആണ്. ഏതുപോലെ എന്നാൽ മനുഷ്യൻ്റെ തേജസ് ഏറ്റവും ചെറിയ അവയവമായ കണ്ണിലാണ്. ഇഖ്ലാസ് സൂറത്താകട്ടെ ഖുർആനിൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെയാണ്. അതിൻ്റെ സ്ഥാനത്താണ് സൂറത്തുൽ ഇഖ്ലാസ് ഉള്ളത്. അള്ളാഹു നമുക്ക് പഠിക്കാനും അത് ജീവിതത്തിലേക്ക് പകർത്താനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ അമാൻ എന്ന് പേരുണ്ട്. അമാൻ, നിർഭയത്വം എന്നാണ് അതിൻ്റെ അർത്ഥം. ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്, അള്ളാഹു പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാ എന്നത് എൻ്റെ കോട്ടയാണ്, അതിൽ കടന്നവൻ എൻ്റെ ശിക്ഷയിൽ നിന്ന് സുരക്ഷിതരാണ്. അപ്പോൾ നോക്കൂ, ഇത് ശിക്ഷയെ തൊട്ട് സുരക്ഷിതത്വം നൽകുന്ന, നിർഭയത്വം നൽകുന്ന സൂറത്താണ്. അതാണ് സൂറത്തുൽ അമാൻ എന്ന് പറയുന്നത്. ഈ അധ്യായം അതിൻ്റെ ആശയങ്ങൾ കൊള്ളുന്നു. അതിനാൽ അത് അങ്ങേയറ്റം സുരക്ഷിതത്വവും നിർഭയത്വവും നൽകുന്ന സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ് എന്നുള്ളതാണ്. സൂറത്തുൽ ഇഖ്ലാസുമായി ബന്ധപ്പെട്ട് ഒരുപാട് അമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ഇഖ്ലാസ് ഖുർആനിൻ്റെ 1/3 തുല്യമാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ സൂറത്തുൽ ഇഖ്ലാസ് സാധാരണ ഒരു മരണ വീട്ടിലും മറ്റൊക്കെ പോകുമ്പോൾ നമ്മൾ എത്ര തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതും?
3 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതും. വിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പാരായണം ചെയ്തതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ഓതുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അത് ജീവിതത്തിലേക്ക് പകർത്താനുള്ള തൗഫീഖ് നൽകട്ടെ. സൂറത്തുൽ ഇഖ്ലാസ് കൊണ്ട് നിരവധി അമലുകളുണ്ട്. ഒരു ആത്മീയ ചികിത്സാരിയും സൂറത്തുൽ ഇഖ്ലാസ് മന്ത്രിക്കാത്ത ഒരു മന്ത്രവും ചെയ്യാറില്ല എന്നുള്ള. കാരണം എന്താണെന്ന് വെച്ചാൽ അത് അത്രമേൽ സവിശേഷമായ സൂറത്താണ്. ആ സൂറത്തുൽ ഇഖ്ലാസിൻ്റെ സൂറത്തുൽ ഇഖ്ലാസിൻ്റെ ചില നാമങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിഷയങ്ങളാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ സൂറത്തുൽ ഇഖ്ലാസിൻ്റെ വ്യത്യസ്തങ്ങളായ അമലുകൾ, സൂറത്തുൽ ഇഖ്ലാസിൻ്റെ റിയാളയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്ന് ഓർക്കുന്നില്ല. എന്തായാലും ഇവിടെ വരുന്നവർക്കൊക്കെ പലപ്പോഴും നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സൂറത്തുൽ ഇഖ്ലാസിൻ്റെ റിയാളയൊക്കെ പൂർത്തിയാക്കി വീട്ടിയിട്ട് സൂറത്തുൽ ഇഖ്ലാസ് കൃത്യമായി കൊണ്ട് നടക്കുകയാണെങ്കിൽ അതുകൊണ്ട് തന്നെ ഒരുവിധം നമ്മുടെ എല്ലാ വിഷയങ്ങളും വലിയ ഫത്ഹ് ലഭിക്കാൻ കാരണമാകുന്ന വ്യത്യസ്തങ്ങളായ അമലുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇനി മുതൽ സൂറത്തുൽ ഇഖ്ലാസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചേർത്തുക, ഈ ആശയങ്ങളൊക്കെ ഉൾക്കൊള്ളുക. സൂറത്തുൽ ഇഖ്ലാസ് ഓതുമ്പോൾ ചിലർ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് അങ്ങനെ ഓതും. നിർത്തുമ്പോഴൊക്കെ അതിൻ്റേതായ രൂപത്തിൽ നിർത്തണം. നിർത്തുകയാണെങ്കിൽ ശ്വാസം വിടണം, അപ്പോഴേ നിർത്തുക എന്ന് പറയാം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ്, അവിടെ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അങ്ങനെ നിർത്താതെ ഓതണമെങ്കിൽ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് എന്ന് ഓതരുത്. അപ്പോൾ ഓതേണ്ടത് നിർത്താതെ ഓതണമെങ്കിൽ ഖുൽ ഹുവല്ലാഹു അഹദു അഹദു നി, അഹദു കഴിഞ്ഞിട്ട് നീ എന്നാണ് പറയേണ്ടത്. ഖുൽ ഹുവല്ലാഹു അഹദു നില്ലാഹു സമദ്. അപ്പോഴേ അതിൻ്റെ തജ്വീദിൻ്റെ വഖഫിൻ്റെയും വസുലിൻ്റെയൊക്കെ നിയമം പാലിച്ച് ഓതുന്നവരാവുള്ളൂ. നിർത്തി ഓതുമ്പോൾ കുഴപ്പമില്ല. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ്. നിർത്തുക എന്ന് പറഞ്ഞാൽ ശ്വാസം വിടണമെന്നാ. ശ്വാസം വിട്ടിട്ടില്ലെങ്കിൽ നീ നിർത്തിയാലും അത് നിർത്തലാവൂല. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ശ്വാസം വിടുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ ഓതണ്ട്? ഖുൽ ഹുവല്ലാഹു അഹദു നില്ലാഹു അഹദ് ദുനില്ലാഹു ദുനില്ലാഹു എന്നാ ഓതണ്ട്. ഏതുപോലെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ അവിടെ നിർത്തി, എന്നിട്ട് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. ഇനി അവിടെ നിർത്തുന്നില്ലെങ്കിലോ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ നുഹ്ദിന എന്നാ ഓതേണ്ടത്. അപ്പോൾ വസ്ലിൻ്റെയും വഖഫിൻ്റെയും ഒക്കെ നിയമം ഉണ്ടാകും. നിയമം പാലിച്ച് ഓതുമ്പോഴാണ് നമുക്കതിൻ്റെയൊക്കെ ഫലം കിട്ടുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.